ഹലോ, കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് ഓഫ് എലിപ്സ് എന്ന ചാപ്റ്ററിലെ 5ാമത്തെ പ്രോപ്പർട്ടി ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി ഇതാണ്: ലെറ്റ് പി പി ഡാഷ് ആൻഡ് ഡി ഡി ഡാഷ് ബി ടു കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് ഓഫ് ദ എലിപ്സ് x square by a square plus y square by b square equal to 1. അതായത് ഒരു എലിപ്സിന്റെ രണ്ട് കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, പി പി ഡാഷും ഡി ഡി ഡാഷും. ഇഫ് പി സ്മോൾ പി be the length of the perpendicular to the tangent at P from the center C of the ellipse, then P into CD equal to AB. അതായത് ഈ P എന്ന പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരയ്ക്കുന്നു. ഈ ടാൻജന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സിയിൽ നിന്ന്, സി എന്ന് പറയുന്നത് എലിപ്സിന്റെ സെന്റർ ആണ്, അതായത് 0 0. ആ പോയിന്റിൽ നിന്ന് പി എന്ന പോയിന്റിലെ ടാൻജന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ് ആണ് സ്മോൾ പി. അങ്ങനെയാണ് എങ്കിൽ സ്മോൾ പി ഇൻറ്റു സി ഡി ഈക്വൽ ടു എ ബി. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പി എന്ന പോയിന്റ് എലിപ്സിലെ പോയിന്റ് ആയതുകൊണ്ട് അതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എ കോസ് തീറ്റ ബി സൈൻ തീറ്റ ആണ്. ഇനി കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്രൂവ് ചെയ്തു രണ്ട് കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സിന്റെ എക്സ്ട്രിമിറ്റീസ്, അവരുടെ എക്സെൻട്രിക് ആംഗിൾ തമ്മിൽ π/2 ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഡി ആണ് അടുത്ത ഡയാമീറ്ററിന്റെ എക്സ്ട്രിമിറ്റി. അതിന്റെ എക്സെൻട്രിക് ആംഗിൾ കിട്ടണമെങ്കിൽ പിയുടെ എക്സെൻട്രിക് ആംഗിളിന്റെ കൂടെ π/2 ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഈ പോയിന്റിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷനിൽ തീറ്റയ്ക്ക് പകരം π/2 പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിയുടെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് കിട്ടും. അങ്ങനെ എ കോസ് π/2 പ്ലസ് തീറ്റ, അതായത് മൈനസ് എ സൈൻ തീറ്റ, ബി സൈൻ π/2 പ്ലസ് തീറ്റ, അതായത് ബി കോസ് തീറ്റ. അങ്ങനെ എ മൈനസ് എ സൈൻ തീറ്റ ബി കോസ് തീറ്റ ആണ് ഡിയുടെ പാരാമെട്രിക് കോർഡിനേറ്റ്സ്. ഇനി പി എന്ന പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരച്ചിരിക്കുന്നു. നമുക്കറിയാം ടാൻജന്റ് അറ്റ് ദ പോയിന്റ് എക്സ് എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് എക്സ് വൺ ബൈ എ സ്ക്വയർ പ്ലസ് വൈ വൈ വൺ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇവിടെ x1 y1 ആയിട്ട് എ കോസ് തീറ്റ ബി സൈൻ തീറ്റ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ടാൻജന്റ് അറ്റ് പി, അതിന്റെ ഇക്വേഷൻ എക്സ് എക്സ് വണ്ണിന് പകരം എ കോസ് തീറ്റ ബൈ എ സ്ക്വയർ പ്ലസ് വൈ വൈ വൺ, അതായത് ബി സൈൻ തീറ്റ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഒരു എ ക്യാൻസൽ ചെയ്യാം, ഒരു ബി ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ടാൻജന്റ് അറ്റ് പി ഈസ് ഗിവൺ ബൈ എ എക്സ് കോസ് തീറ്റ ബൈ എ പ്ലസ് വൈ സൈൻ തീറ്റ ബൈ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി സ്മോൾ പി എന്ന് പറയുന്നത് ഈ ടാൻജന്റിലേക്ക് 0 0 എന്ന പോയിന്റിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന സ്ട്രേറ്റ് ലൈനിലേക്ക് x1 y1 എന്ന പോയിന്റിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതായത് സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ എക്സിന് പകരം ആ കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പോയിന്റിന്റെ കോർഡിനേറ്റ്. വൈക്ക് പകരം പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ, അതായത് കോസ് തീറ്റ ബൈ എ സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ സൈൻ തീറ്റ ബൈ ബി ദ ഹോൾ സ്ക്വയർ. അങ്ങനെ സ്മോൾ പി കിട്ടും. ഇവിടെ
ഇത് സിംപ്ലിഫൈ മോഡുലസ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് എടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ടേം കോസ് സ്ക്വയർ തീറ്റ ബൈ എ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എ സ്ക്വയർ ബി സ്ക്വയർ എടുത്താൽ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടും. ഈ എ സ്ക്വയർ ബി സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് പോകുന്നു. അത് റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ എ ബി ആയിട്ട് മാറും. അപ്പോൾ സ്മോൾ പി ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇവിടെ ഒരു സ്ക്വയർ വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്ക് സി ഡി എന്ന ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. നമുക്കറിയാം x1 y1 x2 y2 ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള അകലം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ആണ്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് എ സൈൻ തീറ്റ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് b cos theta minus 0 the whole square equal to root of a square sin square theta plus b square cos square theta എന്ന് കിട്ടും. ആ ടേം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിന് പകരം എനിക്ക് സി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് p ഇൻറ്റു സി ഡി ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. അതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് പി എന്ന പോയിന്റ് ആയിട്ട്, അതായത് കോൺജുഗേറ്റ് ഡയാമീറ്ററിന്റെ ഒരു എക്സ്ട്രിമിറ്റി ആയിട്ട് എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എടുക്കുന്നു. ലെറ്റ് പി ബി എ കോസ് തീറ്റ ബി സൈൻ തീറ്റ. അപ്പോൾ അതിന്റെ കോൺജുഗേറ്റ് ഡയാമീറ്റർ ഡി ഡി ഡാഷിന്റെ ഒരു എക്സ്ട്രിമിറ്റി എന്ന് പറയുന്നത് ഈ തീറ്റയ്ക്ക് പകരം π/2 പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെ then d is മൈനസ് എ സൈൻ തീറ്റ ബി കോസ് തീറ്റ എന്ന് വരും. ഇനി സി എന്ന് പറയുന്നത് എലിപ്സിന്റെ സെന്റർ ആണ്, അതായത് ഒറിജിൻ ആണ്. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ് 0 0 ആണ്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് അറിയാം, ഡിയുടെ കോർഡിനേറ്റ് അറിയാം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ച് സി ഡി എന്ന ലെങ്ത് കണ്ടുപിടിക്കുന്നു. സിൻസ് സി is the center of the given ellipse, C is the origin, and hence CD equal to root of minus a sin theta minus 0 the whole square plus b cos theta minus 0 the whole square, which is equal to root of a square sin square theta plus b square cos square theta. ഇനി P എന്ന പോയിന്റിലെ പി ആയിട്ട് എടുത്തിരിക്കുന്നത് എ കോസ് തീറ്റ ബി സൈൻ തീറ്റ ആണ്. ആ പോയിന്റിലെ ടാൻജന്റ് നമുക്കറിയാം, x1 y1 എന്ന പോയിന്റിലെ ടാൻജന്റ് എന്ന് പറയുന്നത് x1 ബൈ എ സ്ക്വയർ പ്ലസ് y1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിൽ എ ക്യാൻസൽ ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. Equation of the tangent at P a cos theta b sin theta is x a cos theta by a square. A ഒരെണ്ണം ക്യാൻസൽ ചെയ്തു പോകും. പ്ലസ് y b sin theta by b square. അതിലെ b ഒരെണ്ണം ക്യാൻസൽ ചെയ്തു പോകും. ഈക്വൽ ടു 1. ഇനി നമുക്ക് തന്നിട്ടുണ്ട് സ്മോൾ p എന്ന് പറയുന്നത് 0 0 എന്ന പോയിന്റിൽ നിന്നും ഈ ടാൻജന്റിലേക്കുള്ള അകലം ആണ്. Given that P is the perpendicular distance from C0 0 to the above tangent. അപ്പോൾ നമുക്ക് P യുടെ ലെങ്ത് കണ്ടുപിടിക്കാം. അതായത് ഈ ലൈനിൽ എക്സിന് പകരം 0 കൊടുക്കുന്നു, വൈക്ക് പകരം 0 കൊടുക്കുന്നു. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എനിക്ക് 1 തന്നെ എഴുതിയാൽ മതി. റൂട്ട് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ. അപ്പോൾ P equal to 1 divided by root of cos theta by A the whole square plus sin theta by B the whole square equal to
ഇവിടെ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ വരും, ഇവിടെ ഡിനോമിനേറ്ററിൽ ബി സ്ക്വയർ വരും. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എ സ്ക്വയർ ബി സ്ക്വയർ എടുക്കും. അത് റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ എ ബി വരും, അത് ന്യൂമറേറ്ററിലോട്ട് പോകും. പിന്നെ ഇവിടെ റീഅറേഞ്ച്മെന്റ് നടത്തുമ്പോൾ ഇവിടെ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ഇവിടെ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. പക്ഷെ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ റൂട്ട് എന്ന് പറയുന്നത് സി ഡി ആണ്. അപ്പൊ ഞാൻ സി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ പി ഇൻറ്റു സി ഡി ഈക്വൽ ടു എ ബി എന്ന് കിട്ടുന്നു. താങ്ക് യു.